അവസാനം ഈജിപ്തിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മദീന എന്ന് പറയുന്ന ഒരു നാട്ടിലേക്ക് നാട് വിട്ടുപോയ ഒരു ചരിത്രം അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആ ചരിത്രം പറഞ്ഞു തരുന്ന ചില ഗുണപാഠങ്ങളുമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. മൂസാ നബി അലൈഹിസ്സലാം വലിയ കോപമുള്ള, പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. വല്ലാത്ത ആരോഗ്യവുമാണ് മൂസാ നബിക്ക്. നിങ്ങൾ മൂസാ നബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. സാക്ഷാൽ അസ്രായീലിന്റെ കണ്ണുവരെ അടിച്ചു പൊട്ടിച്ച പ്രവാചകനാ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. ആരുടെ കണ്ണടിച്ചു പൊട്ടിച്ചു? ആരുടെ കണ്ണടിച്ചു പൊട്ടിച്ചു? സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് കാണാൻ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. അസ്രായിൽ അലൈഹിസ്സലാമിന്റെ കണ്ണുവരെ തല്ലിപ്പൊട്ടിച്ചിട്ട് അസ്രായിൽ അള്ളാഹിന്റെ അടുക്ക പോയി പരാതി പറഞ്ഞ ചരിത്രം നമുക്ക് ഹദീസിൽ കാണാം. അപ്പൊ പ്രവാചകന്മാരിൽ പെട്ടെന്ന് കോപം വരുന്ന ആളാ. എന്താ ആരോഗ്യം? ഒരൊറ്റ ഒരടിക്ക് ഒരാൾ മരിച്ചു പോകണമെങ്കിൽ ആ ആരോഗ്യത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മൂസാ നബി അലൈഹിസ്സലാം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദീന എന്ന് പറയുന്ന നാട്ടിലേക്ക് മൂസാ നബിയുടെ മുന്നിലേക്ക് ഒരാൾ ജനത വന്നിട്ട് പറഞ്ഞു കൊടുത്തു, മൂസാ, ഫിർഔനിന്റെ കിങ്കരന്മാർ, ഫിർഔനിന്റെ അനുയായികൾ നിന്നെ പിടിക്കാൻ വരുന്നുണ്ട്, വേണമെങ്കിൽ രക്ഷപ്പെട്ടുകൊള്ളാൻ. ഇട്ടിരുന്ന വസ്ത്രത്തോടെ മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് നാടുവിടുകയാണ്. മദീന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നാടുവിടുകയാ. ആ നാടുവിടുന്നതിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പരിചയപ്പെടുത്തുമ്പോൾ ആ യാത്രയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന പാഠമെന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, വലമ്മാ തവജ്ജഹ തിൽഖാഅ മദിയന ഖാല അസാ റബ്ബി അയ്യഹ്ദിയനി സവാഅ സബീൽ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അതാ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം മദീന എന്ന് പറയുന്ന സ്ഥലത്തിന്റെ നേരെ തിരിഞ്ഞു നിന്നപ്പോ, ആ മദീന എന്ന് പറയുന്ന നാട്ടിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം പടച്ചറപ്പിന്റെ മുന്നിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് ഖാല അസാ റബ്ബി അയ്യഹ്ദിയനി സവാഅ സബീൽ. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന പടച്ചറപ്പേ, എന്റെ രക്ഷിതാവായ അല്ലാഹ്, ശരിയായ മാർഗത്തിലേക്ക് നീ എന്നെ നയിക്കണേ അല്ലാഹ്. മഹാന്റെ പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം എന്താ? അതാ സത്യവിശ്വാസികളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയുമോ? ഏതൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോഴും, ഏതൊരു വിഷയത്തിന് വേണ്ടി നീ ഇറങ്ങുന്ന സമയത്ത് നീ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താ? നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടല്ല. നീ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവാണ് നിന്റെ കാര്യങ്ങളെ നടത്തി തരുന്നത്, പടച്ചറപ്പാണ് നിന്റെ കാര്യങ്ങളെ നടത്തി തരുന്നത്. ആ ബോധം നിനക്കുണ്ടാകണം. അതുകൊണ്ട് നീ ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്ത് സഹായം ചോദിച്ചിട്ട് വേണം പോകേണ്ടതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മളും അങ്ങനെയാകണം. ഏതൊരു കാര്യമാകട്ടെ, ഏതൊരു വിഷയമാകട്ടെ, അത് ബിസിനസ് ആകട്ടെ, യാത്രയാകട്ടെ, കച്ചവടമാകട്ടെ, ഏതൊരു വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് വേണം നമ്മൾ ഓരോരുത്തരും ഇറങ്ങാൻ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മൾ